ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൂന്തൽ അല്ലെങ്കിൽ സ്ക്വിഡ് അതിൻ്റെ ക്ലീനിങ്ങും പിന്നെ അതിൻ്റെ റോസ്റ്റും ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ എടുത്തു വെച്ചേക്കുന്ന കൂന്തലിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാതെയും ചെയ്യാതിരിക്കും കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എന്നിട്ട് ഈ ഒരു മീൻ എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ ബ്ലാക്ക് കളർ തൊലി ഉണ്ടല്ലോ, ഇതിലുള്ള മൊത്തം തൊലി ഫുള്ള് പൊളിച്ച് കളയണം. ഇതുണ്ട്, ഇത് ജസ്റ്റ് കൈവച്ച് പൊളിച്ചാലും പൊളിഞ്ഞു പോകും. ഇങ്ങനെ കത്തി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മൊത്തത്തിൽ ഞാൻ ഈ സാധനം, ഈ സൈഡിലെ സാധനം പൊളിച്ച് കളയുന്നുണ്ട് കേട്ടോ. അത് ഉപയോഗിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ ഈ തലയുടെ പോർഷൻ ഉണ്ടല്ലോ, ഈ തലയുടെ പോർഷൻ ഇങ്ങനെ കൈവച്ച് തന്നെ വലിച്ചാൽ മതി, അത് പറഞ്ഞു പോരും. എന്നിട്ട് ഇതിനകത്ത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമുണ്ട്. തല ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. പ്ലാസ്റ്റിക് പോലെ തന്നെ ഇരിക്കും കറക്റ്റ്. ഇതുണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇതെടുത്ത് കളയണം, അതും നമ്മൾ ഉപയോഗിക്കത്തില്ല. പിന്നെ ഇതിനുള്ളിലൊക്കെ നമ്മൾ ഒന്നെങ്കിൽ കത്തിയിട്ട് ക്ലീൻ ചെയ്യുമോ അല്ലെങ്കിൽ കൈയിട്ടിട്ടാണെങ്കിലും ക്ലീൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ഞാൻ വേറെ പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് ഈ തല നമ്മൾ എടുത്തു വെച്ച ഈ തലയുണ്ടല്ലോ, ഈ തലയുടെ പോർഷൻ ചിലവരും, ഞാൻ എടുക്കത്തില്ല അങ്ങനെ. ഇങ്ങനെ നീണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ കണ്ടിച്ച് കളയും, മുറിച്ച് കളയും. എന്നിട്ട് ഈ പോർഷൻ വേണമെങ്കിൽ കുറച്ചെടുക്കാം, നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ. ഞാൻ എടുക്കുന്നില്ല. എന്നിട്ട് ഈ കണ്ണിൻ്റെ ഇവിടെ വെച്ച് നമ്മൾ മുറിച്ച് കളയും. അന്നേരം ദൈവത്തിനകത്ത് ഈ ഒരു സാധനമുണ്ട്, ഒരു ബോള് പോലത്തെ. ഈ സാധനം നമ്മൾ എടുക്കത്തില്ല. എടുക്കുന്നവർക്കാണെങ്കിൽ നീളത്തിൽ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ, ഞാൻ എടുക്കത്തില്ല. ഇത് ഇത്രയും പോർഷനാണ് ഇതിനകത്ത് നല്ലതുള്ളത്. ഇതിനകത്ത് ഈ ഇങ്ങനെ നീണ്ടിരിക്കുന്നതിനകത്തെ ഈ തൊലികൾ പൊളിച്ച് കളഞ്ഞിട്ട് വേണം, നല്ല വൈറ്റ് കളറിൽ വേണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടി. ഞാൻ ഇത്രയും പോർഷൻ എടുക്കും കേട്ടോ, അല്ലാതെ വളരെ നീളത്തിലൊന്നും എടുക്കുന്നില്ല. ഈ ഒരു പോർഷൻ മാത്രം കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇപ്പൊ ഈ കാണുന്നത് ഇതിന്റെ തലയുടെ സൈഡിൽ തന്നെ ഉള്ള ഒരു മഷി എന്നാ പറയുന്നതിന്. ഇത് കൊള്ളുകയല്ല കേട്ടോ, ഇത് എടുക്കുകയോ ചെയ്യരുത്. ഇത് കളയണം. നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് കളയണം. ഇത് ഉപയോഗിക്കുകയോ ചെയ്യരുത്. നമ്മുടെ ചെമ്മീന് അതുപോലുള്ള മീനുകളൊക്കെ കൂരിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. നമ്മൾ ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1/2 കിലോ ആയിരുന്നു വാങ്ങിയത്. 1/2 കിലോ വാങ്ങിയിട്ട് ഇത് കണ്ടോ, ഇത്രയും നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ക്ലീൻ ചെയ്യാനുണ്ടൊന്നും കൂടെ. പിന്നെ അതേ വേസ്റ്റ് കൂടുതലാണ് നോക്കുമ്പോൾ. വേസ്റ്റ് തന്നെ ഇത്രയും കിട്ടി. ഈ ഇതിൽ പിടിച്ചിരിക്കുന്ന പുറത്തെ തൊലിയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയണം. നല്ല വൈറ്റ് കളറാവണം. അകത്തൊക്കെ ഇങ്ങനെ കൈയിട്ടിട്ട് കഴുകിയാൽ മതി. കാണിച്ചിട്ട് ഇത് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വിട്ടാലും മതി കേട്ടോ. ഇതിൻ്റെ ഈ ചെറിയതിൻ്റെ ഈ കളർ ഇച്ചിരി തൊലി പൊളിച്ചെടുക്കാൻ കുറച്ച് ടാസ്ക് ഉണ്ട്. അങ്ങനെ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. നമ്മൾ അത്യാവശ്യം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യുന്നത് റിങ് ഷേപ്പിലാണ് കേട്ടോ. അത് ഇങ്ങനെ റിങ് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. നമുക്ക് കത്തി വെച്ചാണേലും കട്ട് ചെയ്യാവേ. എനിക്കിതാ എളുപ്പം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ എല്ലാ മീനും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് മീറ്റ് കിട്ടിയിട്ടുള്ള 1/2 കിലോ വാങ്ങിയിട്ട്. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കൂന്തൽ നമുക്കിപ്പോൾ റോസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് എണ്ണ ഒഴിക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമുക്ക് ഒഴിക്കേണ്ടത്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടാം. ആദ്യം എണ്ണയിലോട്ട് ഇഞ്ചിയും, ഇത് വേണേൽ ചതച്ചാണെങ്കിലും ഇടാം കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടാണെങ്കിലും ഇടാം. ഞാനിങ്ങനെ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇടുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് ഒരു 16 ചെറിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇതിന് നല്ല എരിവുള്ള പച്ചമുളക്, അതുകൊണ്ടാണ് 2 എണ്ണം ഇട്ടത്. ഈ ചെറിയുള്ളിയുടെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് 2 മീഡിയം സൈസ് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ചെറിയുള്ളിയുടെ കളർ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ സവാള ഇടുവാണ്. ഈ സവാള നന്നായിട്ട് വഴന്നു വരണം. സവാളയുടെ കളറ് നന്നായിട്ട് മാറി വരുമ്പോൾ, എത്ര വഴന്നു വരുന്നോ അതിനനുസരിച്ച് നമുക്ക് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ള റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. സവോള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, കുറച്ച് ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അത് 1 ടീസ്പൂൺ, മുളക് പൊടി കാശ്മീരി ചില്ലി സാധാ മുളക് പൊടി, ഇതെല്ലാം 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ വീതമാണ്. മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലയുടെ പച്ച മണവും ടേസ്റ്റൊക്കെ മാറുന്നിടം വരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്യുവാണ്. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് തക്കാളിയും കൂടെ ഉണ്ട്. കുറച്ച് തക്കാളി എന്ന് പറയുമ്പോൾ 1 തക്കാളിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കും. ഞങ്ങൾ കുക്ക് ചെയ്യുന്ന കണ്ടപ്പോഴേ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കറിവേപ്പില എടുത്ത് കൈ പിടിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
ഇത് കുറച്ച് നാൾ ഫ്രിഡ്ജിൽ ഇരുന്ന കറിവേപ്പില. നമുക്കിവിടെ കറിവേപ്പില അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ. അപ്പോൾ നമ്മൾക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തലിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മസാലയായിട്ട്. കൂന്തലിനകത്ത് കുറച്ച് വെള്ളം ഓൾറെഡി ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയ ഒരു ഗ്ലാസ് വെള്ളം കൂടെ. ഇപ്പോൾ കൂന്തല് നന്നായിട്ട് നമ്മൾ ഇട്ടിട്ട് ഈ മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൂന്തലിനകത്ത് അത്യാവശ്യം നല്ല കുറച്ച് വെള്ളം ഉണ്ട്. കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഒന്ന് വേകാൻ വേണ്ടിയിട്ട്. ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എന്തായാലും ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിക്കണം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് പോരെങ്കിൽ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് മസാലയായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ മുറിയുന്ന പാകത്ത്, ഇപ്പൊ നല്ല റബ്ബർ പോലെ ഇരിക്കുന്ന മുറിയുന്ന പാകത്തിനാണ് വെന്ത് കിട്ടുന്നത്. 15 മിനിറ്റ് കൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെന്ത് കിട്ടും. എന്തായാലും വെന്ത് കിട്ടും. ഇത് കുക്കറിൽ വെക്കുന്നവരും ഉണ്ട് കേട്ടോ. കുക്കറിൽ ഒരു 3 വിസിലൊക്കെ, അത് കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. 3 വിസിലൊക്കെ അടിച്ചാലും മതി. നമുക്കിനി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ കപ്പിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഈ വെള്ളം നന്നായിട്ട് വറ്റണം. നന്നായിട്ട് വറ്റി റോസ്റ്റ് പരുവാവണം. അപ്പോൾ ഈ കൂന്തലും വെന്തോളും. അന്നൂട്ടിയാ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു സ്പൂൺ ഉപ്പായിട്ടിരിക്കുന്നത് ആദ്യം, ടീസ്പൂൺ. കുറച്ചും കൂടെ ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്കിത് മൂടി വെക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം നമുക്ക് കുറച്ചു നേരം കുക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പം ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ റോസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു ഗ്രേവിയിലാണ് എടുക്കുന്നത് കേട്ടോ. കുറച്ചു നേരം കൂടെ ഒന്ന് വേവിക്കുവാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെയാണ് താല്പര്യം, അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ഡ്രൈ ആക്കുന്നേ ഉള്ളൂ കേട്ടോ. അത്ര ചാറ് പോലെയല്ല, എന്നാൽ നല്ലൊരു റോസ്റ്റ് പോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ചെയ്യാം. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൂന്തലെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തേങ്ങാക്കൊത്തും 2-3 പീസ് കൂന്തലും ചോറും. കൂന്തൽ കിട്ടുന്നില്ല ഫ്രണ്ടി. ഞാനുണ്ടാക്കിയോണ്ട് പറയില്ല കേട്ടോ. നല്ലതാ, സൂപ്പറാ. കഴിച്ചു നോക്ക്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് എല്ലാവരും കമന്റ് ചെയ്യണം. അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഈ കൂന്തല് എല്ലായിടത്തും ഒന്നും കിട്ടുമായിരിക്കും ചിലപ്പം. അപ്പൊ കിട്ടുന്നവരൊക്കെ ഇതൊക്കെ മേടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പൊ എല്ലാവർക്കും ബൈ. ബൈ.